ഇന്നത്തെ ഭാഗത്തിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണ പരിഷ്കാരങ്ങളെ കുറിച്ചാണ്. ഹിജ്റ 13 മുതൽ 24 വരെയാണ് ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലം. AD 634 മുതൽ 644 വരെ. ഇതിനിടയിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തു തീർത്തത്? ലോക ചരിത്രത്തിൽ എണ്ണമറ്റ യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്. കീഴ്പ്പെടുത്തപ്പെടുന്ന ജനങ്ങളെ അടിമകളാക്കുകയാണ് ജേതാക്കൾ ചെയ്തത്. അവിടുത്തെ സമ്പത്ത് സ്വദേശത്തേക്ക് കടത്തിക്കൊണ്ടുപോവും. മുസ്ലിങ്ങൾ ചെയ്തത് അതല്ല. കീഴ്പ്പെട്ടവരോട് കരുണ കാണിച്ചു. അവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകി. നിസാരമായ നികുതിയാണ് ഈടാക്കിയത്. കൊട്ടാരങ്ങളിൽ നിന്ന് പിടിച്ചെടുത്ത സ്വർണവും രത്നങ്ങളും വിലപിടിപ്പുള്ള വസ്തുക്കളും അദ്ദേഹം പ്രദേശനിവാസികൾക്ക് വീതിച്ചു കൊടുത്തു. വൃദ്ധന്മാർ, സ്ത്രീകൾ, കുട്ടികൾ, രോഗികൾ, പാവപ്പെട്ടവർ എന്നിവരെ നികുതിയിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. നമ്മുടെ നാട്ടിൽ പണ്ട് ബ്രിട്ടീഷുകാരും പോർച്ചുഗീസുകാരും എല്ലാവരും കടന്നു വന്ന് നമ്മുടെ നാട്ടിനെ എത്രമാത്രം ദ്രോഹിച്ചു. നമ്മുടെ നാട്ടിന്റെ സമ്പത്തുകളെല്ലാം അവർ സ്വന്തം ദേശത്തേക്ക് കടത്തിക്കൊണ്ടുപോവുകയാണല്ലോ ചെയ്തത്. എന്നാൽ ഇവിടെ മുസ്ലിങ്ങൾ ചെയ്തത് എന്താണെന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. മുസ്ലിങ്ങൾക്ക് സൈനിക സേവനം ബാധ്യതയായിരുന്നു. മറ്റു മതക്കാർക്ക് സൈനിക സേവനം നടത്തേണ്ടതില്ല. സ്വമനസ്സാല സൈനിക സേവനം നടത്താം. യുദ്ധമുതലിന്റെ അവകാശം കിട്ടും. ജിസിയ കൊടുക്കേണ്ടതുമില്ല. മാഷാ അല്ലാഹ്, എന്തൊരു നിയമമാണ്! പേർഷ്യക്കാരെക്കാളും എത്രയോ മികച്ച ഭരണമാണ് മുസ്ലിങ്ങൾ കാഴ്ചവെച്ചത്. ഇത് ഓരോ പ്രദേശത്തെയും ജനങ്ങളുടെ മനസ്സിൽ മുസ്ലിങ്ങളെ കുറിച്ചുള്ള മതിപ്പ് വർദ്ധിപ്പിക്കുകയാണ്. ഇസ്ലാം മതം സ്വീകരിക്കാൻ അവർ ആവേശത്തോടെ മുമ്പോട്ട് വന്നു. ഇസ്ലാം മത സ്വീകരണത്തോടെ തങ്ങളുടെ പദവികൾ ഉയർന്നതായി അവർക്ക് ബോധ്യപ്പെട്ടു. മനസ്സിലും ചിന്തയിലും മാറ്റമുണ്ടായി. ജീവിതം അള്ളാഹുവിന്റെ പ്രീതിക്കു വേണ്ടി സമർപ്പിക്കാൻ സന്നദ്ധരായി. അതിൽ സന്തോഷവും സമാധാനവും കണ്ടെത്തുകയാണ്. ഖലീഫയെ കുറിച്ചോർത്ത് അഭിമാനം കൊണ്ട് നവമുസ്ലിങ്ങൾ ഖലീഫയെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ ആവേശം കാണിച്ചു. ഖലീഫയുടെ അഥവാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഓരോ ചലനങ്ങളും അവർ മാതൃകയാക്കി സ്വീകരിച്ചു. ഖലീഫയുടെ പല സന്ദേശങ്ങളും ജനങ്ങളുടെ മുമ്പിൽ വായിക്കപ്പെട്ടു. വലിയ ഭക്തിയോടെയാണ് അവർ ആ വചനങ്ങൾ കേട്ടത്. ഉപദേശങ്ങൾ സ്വീകരിക്കാൻ വലിയ ആവേശം കാണിക്കുകയാണ്. തങ്ങൾക്ക് ശക്തനായൊരു നേതാവുണ്ടെന്ന ചിന്ത അവർക്ക് ദൃഢതയും ആത്മവിശ്വാസവും വർദ്ധിച്ചു. ഖലീഫയുടെ ലാളിത്യത്തിന്റെ കഥകൾ നാട്ടിലെങ്ങും പ്രസിദ്ധമായി. ഏത് പാവപ്പെട്ടവനും അതാശ്വാസമായി തീർന്നു. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിനെ ഖലീഫ ഈജിപ്തിലെ ഗവർണറായി നിയോഗിക്കുകയാണ്. ഉബാദത്ത് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു, സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹു എന്നിവർ ഈജിപ്ത് നിവാസികളെ ആഴത്തിൽ സ്വാധീനിച്ച മഹാന്മാരായിരുന്നു. മുഹാജിറുകളിലും അൻസ്വാറുകളിലും പെടുന്ന അനേകായിരം സ്വഹാബികൾ സേവനം ചെയ്തതും മരിച്ചു വീണതും അന്തിവിശ്രമം കൊള്ളുന്നതും പുറം നാടുകളിലാണ്. എങ്ങനെയാണ് സംഭവിച്ചത്? ഇസ്ലാമിക പ്രബോധനത്തിനു വേണ്ടി സ്വന്തം കുടുംബത്തെയും ഭാര്യയെയും കുട്ടികളെയും നാടിനെയും വീട്ടിനെയും വിട്ട് അവർ പുറം നാടുകളിലേക്ക് പോവുകയാണ്. മാഷാ അല്ലാഹ്, നമുക്ക് കഴിയുമോ ഇതുപോലെ? 10 വർഷവും 6 മാസവും 4 ദിവസവുമായിരുന്നു ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഭരണം നടത്തിയത്. ലോക ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ഭരണം. ഉമർ റളിയല്ലാഹു അൻഹു രാജാവായിരുന്നില്ല, അമീറുൽ മുഅ്മിനീൻ ആയിരുന്നു. ജനങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം നൽകിയ മഹാനായ ഭരണാധികാരി. പ്രസംഗത്തിനിടയിൽ ഉമർ റളിയല്ലാഹു അൻഹു പ്രസ്താവിച്ചു, എന്റെ പ്രവർത്തനത്തിൽ വല്ല വക്രതയും കണ്ടാൽ നിങ്ങളത് തിരുത്തിത്തരണം. സദസ്സിലുണ്ടായിരുന്ന ഒരു സാധാരണക്കാരൻ ചാടി എണീറ്റു. അദ്ദേഹത്തിന്റെ കൈവശം ഊരിപ്പിടിച്ച വാളുമുണ്ടായിരുന്നു. വാൾ കാണിച്ചുകൊണ്ട് അദ്ദേഹം വിളിച്ചു പറഞ്ഞു, താങ്കളുടെ പ്രവർത്തനങ്ങളിൽ വക്രത കണ്ടാൽ ഈ വാൾ കൊണ്ടാണ് തിരുത്തുക. സദസ്സ് നടുങ്ങിപ്പോയി. ഉമർ റളിയല്ലാഹു അൻഹു സന്തോഷത്തോടെയാണ് പ്രതികരിച്ചത്, അൽഹംദുലില്ലാ, എന്റെ പ്രവർത്തനങ്ങളിൽ വക്രത വന്നാൽ വാൾ കൊണ്ട് തിരുത്തിത്തരാൻ പറ്റുന്ന മഹൽ വ്യക്തികളെ ഈ സമുദായത്തിന് നൽകിയ അല്ലാഹുവേ, നിനക്കാണ് സ്തുതി. ഗവർണർമാരെ കുറിച്ച് അദ്ദേഹം ജനങ്ങളോട് പറഞ്ഞത് ഇപ്രകാരമായിരുന്നു, നിങ്ങളിലേക്ക് ഞാൻ ഗവർണർമാരെ നിയോഗിച്ചത് അവർ നിങ്ങൾക്ക് ദീൻ പഠിപ്പിക്കുന്നതിനാണ്. വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും ദീനീ ചിട്ടകളും നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയാണ്. അവർ സത്യവും നീതിയും നടപ്പാക്കണം. അവരിൽ ആരെങ്കിലും തെറ്റ് ചെയ്താൽ എന്നെ അറിയിക്കണം. ഞാൻ ശിക്ഷാ നടപടികൾ സ്വീകരിക്കും. ഇതാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ നിലപാട്. പല ഗവർണർമാരെ പറ്റിയും ആവലാദികൾ വന്നിട്ടുണ്ട്. വേണ്ട നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചുള്ള മതിപ്പ് വർദ്ധിപ്പിക്കാൻ ഇതെല്ലാം സഹായകമായി. വിമർശനങ്ങൾ ക്ഷമയോടെ സഹിച്ച ഭരണാധികാരിയാണ്. അവയെല്ലാം അദ്ദേഹത്തെ സമുന്നത പദവിയിലേക്ക് ഉയർത്തുകയാണ്. വിമർശനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടെടുത്തു. വിമർശകർ ഖലീഫയെ ഏറെ സ്നേഹിക്കുകയും ചെയ്തു. യമനിൽ നിന്ന് കൊണ്ടുവന്ന തുണി ജനങ്ങൾക്ക് വീതിച്ചു കൊടുത്തു. എല്ലാവർക്കും കിട്ടിയതുപോലെ ഒരു പീസ് തുണി ഖലീഫയ്ക്കും കിട്ടി. അത് ഷർട്ട് തുന്നിക്കാൻ തികയില്ല.
ഖലീഫ വലിയ ഷർട്ട് ധരിച്ചുകൊണ്ടാണ് വന്നത്. പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ ഒരാൾ പറഞ്ഞു, താങ്കൾ കൽപ്പിക്കുന്നത് ഞങ്ങൾ അനുസരിക്കുകയില്ല. ഖലീഫ ഞെട്ടിപ്പോയി. എന്താണ് കാരണം? ഖലീഫ ചോദിച്ചു. താങ്കൾ ധരിച്ച വസ്ത്രം തന്നെ ഇത്രയും തുണി എങ്ങനെ കിട്ടി താങ്കൾക്ക്? ഒരുപാട് വലിയ വസ്ത്രമാണല്ലോ നിങ്ങൾ ധരിച്ചിട്ടുള്ളത്. ഇത്രയും വലിയ തുണി എവിടെന്നാണ് നിങ്ങൾക്ക് കിട്ടിയത്? ഖലീഫയ്ക്ക് കാര്യം മനസ്സിലായി. ഉമർ റളിയല്ലാഹു അൻഹു പുത്രൻ അബ്ദുല്ലാഹിബ്നു ഉമറിനെ വിളിച്ചു. ആളുകൾ കേൾക്കുമാർ ഉച്ചത്തിൽ ചോദിച്ചു, ഈ ഷർട്ട് എങ്ങനെയുണ്ടായി പറയൂ. അബ്ദുള്ള കാര്യം വിശദീകരിച്ചു. അല്ലാഹുവാണേ സത്യം, എനിക്ക് കിട്ടിയ ഓഹരി കൂടി ഞാൻ ഉപ്പാക്ക് നൽകി. എന്റെ ഉപ്പാക്ക് കിട്ടിയ ഓഹരി കൊണ്ട് ഷർട്ട് തുന്നിക്കാൻ തികയുന്നില്ല. അതുകൊണ്ട് മകനായ ഞാൻ എന്റെ തുണി ഉപ്പാക്ക് കൊടുക്കുകയാണ്. അങ്ങനെയാണ് ഇത്രയും വലിയ ഷർട്ട് തയ്പ്പിച്ചത്. കേട്ടു നിന്നവരുടെ കണ്ണുകൾ നിറഞ്ഞുപോയി. വിമർശനം ഉന്നയിച്ച ആൾ വികാരാവേശത്തോടെ എഴുന്നേറ്റ് നിന്ന് ഉറക്കെ പറഞ്ഞു, അങ്ങ് കൽപ്പിച്ചാലും ഞങ്ങൾ അനുസരിക്കാം. ഈ സംഭവത്തിന് സാക്ഷിയായവർക്ക് ഇത് മറക്കാനാവുമോ? എല്ലാ കാര്യങ്ങളും കൂടിയാലോചനയിലൂടെയാണ് തീരുമാനിക്കുക. അതിനാൽ എതിർപ്പുകൾ വരില്ല. നിങ്ങൾ കാര്യങ്ങൾ തുറന്നു പറയണം, അപ്പോൾ നിങ്ങൾക്ക് നന്മ ലഭിക്കും. ഞാൻ വിമർശനങ്ങൾ കേൾക്കണം, അതനുസരിച്ച് പ്രവർത്തിക്കണം, അപ്പോൾ എനിക്കും നന്മ ലഭിക്കും. ഇതായിരുന്നു ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ നിലപാട്. ഖലീഫ ഒരു കൂടിയാലോചനാ സമിതി രൂപീകരിച്ചിരുന്നു. അവർ കൂടിയാലോചിച്ചാണ് കാര്യങ്ങൾ തീരുമാനിക്കുക. സമിതിയിൽ ഉണ്ടായിരുന്ന പ്രമുഖർ ഇവരൊക്കെയായിരുന്നു: അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ്, അബ്ദുല്ലാഹിബ്നു അബ്ബാസ്, അലി ഇബ്നു അബീ ത്വാലിബ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്, മുആദ് ഇബ്നു ജബൽ, ഉബയ്യ് ഇബ്നു കഅബ്, സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹും. അല്ലാഹു തആല മഹാന്മാരോടൊപ്പം നാം ഏവരെയും സുവലോക സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. ഇവരുടെ സാന്നിധ്യം മദീനയിൽ ഉറപ്പുവരുത്തിയിരുന്നു. പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ ഇവരെ പെട്ടെന്ന് കിട്ടണം, അല്ലെങ്കിൽ തീരുമാനം വൈകും. നീതി പെട്ടെന്ന് നടപ്പാക്കുക എന്നതായിരുന്നു ഖലീഫയുടെ ലക്ഷ്യം. സ്വഹാബികൾ മദ്യം ഉപേക്ഷിച്ചു. മദ്യനിരോധനം പൂർണ്ണമായി നടപ്പിലായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന് ശേഷം ഇസ്ലാം വിദൂര ദിക്കുകളിൽ പ്രചരിച്ചു. ധാരാളം ആളുകൾ ഇസ്ലാമിൽ വന്നു. ചില മദ്യപാന കേസുകൾ അവരിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. മദ്യപാനിക്ക് നൽകേണ്ട ശിക്ഷയെക്കുറിച്ച് ആലോചനാ സമിതിയിൽ ചർച്ച നടന്നു. പല അഭിപ്രായങ്ങൾ ഉയർന്നു. മദ്യപാനിക്ക് 80 അടി നൽകണം. അങ്ങനെ അഭിപ്രായപ്പെട്ടത് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. ആ നിർദ്ദേശം അംഗീകരിക്കപ്പെട്ടു. ആധുനിക കാലഘട്ടത്തിലെ സർക്കാരുകൾക്ക് പോലും കഴിയാത്ത ഭരണ പരിഷ്കാരങ്ങളാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നടപ്പിലാക്കിയത്. ഒരു രാജ്യത്തെ മുഴുവൻ പ്രജകളുടെയും ഭക്ഷണം, വസ്ത്രം, ആരോഗ്യം, വിദ്യാഭ്യാസം എന്നിവയുടെ ചുമതല സർക്കാർ ഏറ്റെടുക്കുക എന്ന വിപ്ലവകരമായ പരിഷ്കാരമാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നടപ്പാക്കിയത്. ഇത് ലോക ചരിത്രത്തിൽ ആദ്യമാണ്. ഡോക്ടർ എസ്.എ. ഹുസൈൻ രചിച്ച അറബ് അഡ്മിനിസ്ട്രേഷൻ എന്ന ഗ്രന്ഥത്തിൽ നമുക്ക് ഇപ്രകാരം കാണാൻ കഴിയും. ഈ ബുക്കിലെ 54-ാം പേജിൽ കാണാൻ കഴിയും: ഒരു രാജ്യത്തിലെ മുഴുവൻ ജനങ്ങളുടെയും ഭരണത്തിന്റെയും വസ്ത്രത്തിന്റെയും ഉത്തരവാദിത്വം ഗവൺമെന്റ് ഏറ്റെടുക്കുക എന്നത് ലോക ചരിത്രത്തിലെ ആദ്യ സംഭവമാണ്. അറേബ്യയുടെ വരുമാനം കൊണ്ട് മാത്രം ഇത് നടത്താൻ കഴിയുമായിരുന്നില്ല. സമ്പന്ന അയൽ രാഷ്ട്രമായ ഇറാഖ്, സിറിയ, ഈജിപ്ത് എന്നിവിടങ്ങളിൽ നിന്നുള്ള വരുമാനം കൂടി ഇതിനുപയോഗിച്ചിരുന്നു. ജനങ്ങൾക്ക് പെൻഷൻ നൽകാനുള്ള വിശദമായ ലിസ്റ്റ് തയ്യാറാക്കി ഒന്നാമതായി ചേർത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യമാരുടെ പേരുകളാണ്. ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളിൽ ഓരോരുത്തർക്കും 12,000 ദിർഹം വീതം വാർഷിക പെൻഷൻ ലഭിച്ചു. അറബ് അഡ്മിനിസ്ട്രേഷൻ എന്ന ഗ്രന്ഥത്തിൽ നിന്ന് ചില വിവരം കൂടി നമുക്ക് ചർച്ച ചെയ്യാം. ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത ഓരോരുത്തർക്കും 5,000 ദിർഹം വാർഷിക പെൻഷൻ അനുവദിച്ചു. ഇമാം ഹസൻ റളിയല്ലാഹു അൻഹുവിന് 5,000-ഉം ഇമാം ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് 5,000-ഉം അനുവദിച്ചു. ബദറിൽ പങ്കെടുത്ത യോദ്ധാക്കളുടെ മക്കൾക്ക് 2,000 ദിർഹം അനുവദിച്ചു. അബ്സീനായിലേക്കുള്ള ഹിജറയ്ക്ക് മുമ്പ് ഇസ്ലാം സ്വീകരിച്ചവർക്ക് 4,000 ദിർഹം നൽകി. മക്ക വിജയത്തിന് മുമ്പ് ഇസ്ലാമിൽ വന്നവർക്ക് 3,000 ദിർഹം നൽകി. മക്ക വിജയഘട്ടത്തിൽ വന്നവർക്ക് 2,000 ദിർഹം നൽകി. ഹാഫിളുകൾക്കും ഇസ്ലാമിന് പ്രത്യേക സേവനങ്ങൾ നൽകിയവർക്കും സ്പെഷ്യൽ പെൻഷൻ നൽകിയിരുന്നു. സാധാരണ പട്ടാളക്കാർക്ക് 400 ദിർഹം കിട്ടി. കുട്ടികൾക്കുള്ള സംഖ്യ 100 ദിർഹമായിരുന്നു. റവന്യൂ ജില്ലകൾക്ക് പുറമെ 9 സൈനിക ജില്ലകളായി രാജ്യം ഭാഗിക്കപ്പെട്ടിരുന്നു. സൈനിക ജില്ലയെ ജുന്ദി എന്ന് വിളിക്കപ്പെട്ടു. അൽ മദീന, അൽ കൂഫ, അൽ ബസറ, അൽ മൗസിൽ, അൽ ഫുസാത്ത്, മിസ്വർ, ദമസ്കസ്, ഹിങ്, ഫലസ്തീൻ എന്നിവയായിരുന്നു സൈനിക ജില്ലകൾ. ഈ ജില്ലകളെല്ലാം സ്ഥിരമായി പ്രവർത്തിക്കുന്ന മിലിറ്ററി ബാരക്കുകൾ ഉണ്ടായിരുന്നു. ഇവയിൽ ഓരോന്നും 4,000 പടക്കുതിരകൾ ഉണ്ടായിരുന്നു. അവയുടെ ഉപകരണങ്ങളും ഉണ്ടായിരുന്നു. ഏത് അടിയന്തര സാഹചര്യത്തിലും 36,000-ഓളം അശ്വഭടന്മാർ ഏത് സ്ഥലത്തേക്ക് പുറപ്പെടാനും തയ്യാറായി നിൽക്കുകയായിരുന്നു.
കുതിരകൾക്ക് മേയാൻ വിശാലമായ മേച്ചിൽ സ്ഥലങ്ങൾ ഒരുക്കിയിരുന്നു. പടക്കുതിരകളെ ചാപ്പ കുത്തിയിരുന്നു. അള്ളാഹുവിന്റെ മാർഗത്തിൽ പോരാടുന്ന പടക്കുതിര ജയ്ഷുൻ ഹിസബില്ലാഹി എന്നാണ് രേഖപ്പെടുത്തിയിരുന്നത്. മേത്തരം ഇനം കുതിരകളെ ഉൽപ്പാദിപ്പിക്കാനുള്ള പ്രത്യേക ശ്രമങ്ങളും നടത്തിയിരുന്നു. ഇസ്ലാമിക ഭരണകൂടം നിലവിൽ വന്ന പ്രദേശങ്ങൾ ഉമർ റളിയല്ലാഹു അൻഹു പ്രവിശ്യകളായി ഭാഗിച്ചു. പ്രധാന പ്രവിശ്യകൾ ഇവയായിരുന്നു: മക്ക, മദീന, ഷാം, ജസീറ, ബസറ, കൂഫ, ഈജിപ്ത്, ഫലസ്തീൻ. ആദ്യഘട്ടത്തിൽ 8 പ്രവിശ്യകളാണുള്ളത്. പല പ്രവിശ്യകളും വളരെ വലുതാണെന്നും അവയെ പിന്നീട് വിഭജിച്ചു പുതിയ പ്രവിശ്യകളും നിലവിൽ വരികയാണ്. അഹ്വാസും ബഹ്റൈനും ചേർത്തൊരു പ്രവിശ്യ രൂപീകരിച്ചു. സിജിസ്ഥാൻ, മക്രാൻ, കിർമാൻ എന്നിവ ചേർന്ന പ്രവിശ്യയുണ്ടാക്കി. ഖുറാസാനും തൊബരിസ്ഥാനും ഒരു പ്രവിശ്യയായി. ഡമസ്കസ് പുതിയ പ്രവിശ്യയായി മാറി. മാഷാ അല്ലാഹ്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എത്ര ബുദ്ധിമാനായ ഭരണാധികാരിയാണ്! അല്ലാഹു തആല മഹാനെ എത്രത്തോളം ആദരിച്ചു! ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണ പരിഷ്കാരങ്ങൾ കണ്ടാണ് ലോകത്ത് സർവ്വ സ്ഥലങ്ങളിലും പുതിയ ഭരണ പരിഷ്കാരങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിത ചരിത്ര പാരായണ യാത്ര തുടരും.